ഹായ്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? ഒരു ഉദാഹരണം മലയാളത്തിൽ തന്നെ ആദ്യം വ്യക്തമാക്കാം. അടുത്ത വർഷത്തോടു കൂടി ഞാൻ എൻ്റെ വീട്ടില് 10 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ സാധാരണ പറയാറുള്ളതാണ്. ഞാൻ എൻ്റെ കാർ 5 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ പറയാറില്ലേ? അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐ ഡോണ്ട് വാണ്ട് ടു മെൻഷൻ ദാറ്റ്. പിന്നെ ഞാൻ ഈ വീട്ടിൽ 10 വർഷമായിട്ടും താമസിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ പറയാറില്ലേ? ഇത് തന്നെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. By the end of next year, we will have been living in the same house for more than 10 years. അടുത്ത വർഷം അവസാനത്തോടു കൂടി നമ്മൾ ഈ വീട്ടിൽ 10 വർഷമായിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായിട്ടുണ്ടാവും. അതിനർത്ഥം നമ്മൾ 10 വർഷം ഇവിടെ താമസിച്ചു, ഇനി നമ്മൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. I will have been using my car for 5 years. I will have been using my car for 5 years. അതിനർത്ഥം 5 വർഷമായിട്ട് ഞാൻ എൻ്റെ കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് 5 വർഷം കംപ്ലീറ്റ് ആയത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, ബട്ട് സ്റ്റിൽ ഐ ആം യൂസിങ് മൈ കാർ. ഐ വിൽ ഹാവ് ബീൻ യൂസിങ് മൈ കാർ ഫോർ 5 years. ഞാൻ എൻ്റെ കാർ 5 വർഷമായിട്ട് ഉപയോഗിക്കുകയായിരിക്കും. അതായത് 5 വർഷം കംപ്ലീറ്റ് ആയി, പക്ഷെ എന്നിട്ട് എനിക്ക് അത് കാർ മാറ്റാനൊന്നും പ്ലാനില്ല, ഞാൻ അതെന്നെ കൊണ്ട് നടക്കുകയാണ്. ഐ വിൽ ഹാവ് ബീൻ ലിവിങ് ദ സെയിം ഹൗസ് ഫോർ 10 years. ഞാൻ എൻ്റെ വീട്ടിൽ 10 വർഷമായിട്ട് താമസിക്കുകയായിരിക്കും. 10 വർഷമായിട്ട് എനിക്ക് മാറിപ്പോവാനൊന്നും താല്പര്യമില്ല, അവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ. ഞാൻ അവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഇതിന്റെ സ്ട്രക്ചർ പറയാം. ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ പറയാം. അതായത് ഐ വിൽ ഹാവ്, അതിനുശേഷം ബീൻ, അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഐ വിൽ ഹാവ് ബീൻ റിസർച്ചിങ് ഫോർ 5 years. 5 വർഷമായിട്ട് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഐ വിൽ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഫോർ 5 years. ഞാൻ 5 വർഷമായിട്ട് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതേപോലെ ആ വെർബ്, അതായത് ഐ വിൽ ഹാവ് ബീൻ, പിന്നെ താമസിക്കുകയാണെങ്കിൽ ലിവിങ്, പിന്നെ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈവിങ്, ഐ വിൽ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ റിസർച്ചിങ്. ഐ വിൽ ഹാവ് ബീൻ ലിവിങ്, ഐ വിൽ ഹാവ് ബീൻ ഡ്രൈവിംഗ് ദ സെയിം കാർ, ഐ വിൽ ഹാവ് ബീൻ ഡൂയിങ് ദ സെയിം റിസർച്ച് ഫോർ 5 years. അങ്ങനെ ഇതാണ് അതിന്റെ സ്ട്രക്ചർ. ഐ വിൽ ഹാവ് ബീൻ വെർബ് പ്ലസ് ING. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ. ഇനി കുറച്ച് ഉദാഹരണങ്ങളും കൂടെ നോക്കാം. ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് ദ സെയിം സ്റ്റോറി ഫോർ 2 years. അതേ കഥ 2 വർഷമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ സംഗതി പൂർത്തിയാകണമെങ്കിൽ ഒരു 2 വർഷത്തിൽ കൂടുതൽ എടുക്കും. അപ്പോൾ ഇന്ന പാർട്ടിക്കുലർ ടൈം എടുക്കും, 2 വർഷത്തിൽ കൂടുതൽ എടുക്കും. അപ്പോൾ എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് ദ സെയിം സ്റ്റോറി ഫോർ 2 years. അടുത്ത വർഷം അവസാനത്തോടു കൂടി ഞാൻ 2 വർഷമായിട്ട് ഒരേ കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഐ വിൽ ഹാവ് ബീൻ ഡൂയിങ് ദ സെയിം ജോബ് ഫോർ മോർ ദാൻ 5 years. അത് ഞാൻ എൻ്റെ ജോലി, ഇതേ ജോലി, ഞാനിപ്പോൾ ചെയ്യുന്ന അതേ ജോലി 5 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ ഇഷ്ടം പോലെ ഉപയോഗിക്കാറുള്ളതാണ്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ മനസ്സിലായി, ഇത് ഉപയോഗിക്കുന്ന സന്ദർഭം ഏതൊക്കെയെന്ന് നിങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ തീർക്കാം. അതായത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് ഓർമ്മിക്കാം. അതായത് ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് മൈ റിസർച്ച് ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം അവസാനത്തോടു കൂടി ഞാൻ എൻ്റെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അതായത് ഒരു പാർട്ടിക്കുലർ ടൈമിൽ എൻ്റെ ആക്ഷൻ കംപ്ലീറ്റ് ആയി. അതേസമയം ഐ വിൽ ഹാവ് ബീൻ ഡൂയിങ് ദ റിസർച്ച് ഫോർ 1 year ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം അവസാനത്തോടു കൂടി ഞാൻ എൻ്റെ റിസർച്ച് 1 വർഷമായിട്ടും തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. 1 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ദാറ്റ് മീൻസ് ഞാൻ എൻ്റെ റിസർച്ച് തുടങ്ങിയിട്ട് 1 വർഷം ആയിട്ടുണ്ടാവും. അടുത്ത വർഷം അവസാനത്തോടു കൂടി ഞാൻ എൻ്റെ റിസർച്ച് തുടങ്ങിയിട്ട് 1 വർഷം ആയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ റിസർച്ച് കംപ്ലീറ്റ് ആയിട്ടില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. 1 വർഷം കംപ്ലീറ്റ് ആയി, പക്ഷെ എൻ്റെ റിസർച്ച് തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഐ വിൽ ഹാവ് ബീൻ ലിവിംഗ് ഇൻ ദ സെയിം ഹൗസ് ഫോർ മോർ ദാൻ 10 years മീൻസ് I will have completed living the same house for 10 years, but still
I will be staying in the same home. I do not have any plan to leave that home after 10 years. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അതായത് ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് എഴുതി ചോദിക്കുക. പിന്നെ അങ്ങനെയുള്ള ആരും ഇതുവരെ സത്യത്തിൽ ആരും എനിക്ക് അങ്ങനെ വലിയ വ്യൂവേഴ്സ് ഒന്നും ആയിട്ടൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള സംശയങ്ങളൊന്നും വരാറില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ചോദിക്കണം. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതിലും കൂടുതൽ ഉപകാരമുള്ള പല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Until then, bye.